പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോവരുത്. സന്ദേശം സിനിമയിലെ ഈ ഡയലോഗ് കാലങ്ങൾ കഴിഞ്ഞാലും ആരും മറക്കില്ല. പക്ഷേ ഇനി പോളണ്ടിനെ കുറിച്ച് മിണ്ടാതെ പോകുന്നത് എങ്ങനെയാണ്? കോട്ടപ്പള്ളി പരാമർശിക്കുന്ന പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോളണ്ടിൽ നിരോധിച്ചിരിക്കുകയാണ്. ഡിസംബർ 3 പോളണ്ടിന്റെ ട്രിബ്യൂണൽ ഭരണഘടനാ ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടിനെ നിരോധിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കുന്നത്. പോളണ്ടിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2025 ഡിസംബർ 3 വാർസോയിൽ ചേർന്ന ഭരണഘടനാ ട്രിബ്യൂണൽ ഏകകണ്ഠമായി വിധിച്ചത് KPPയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും പോളണ്ടിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11, 13 എന്നിവയ്ക്ക് വിരുദ്ധമാണ് എന്നാണ്. ആർട്ടിക്കിൾ 13 പ്രകാരം നാസിസം, ഫാസിസം, കമ്മ്യൂണിസം തുടങ്ങിയ ടോട്ടലിറ്റേറിയൻ രീതികളും പ്രവർത്തന രീതികളും അടിസ്ഥാനമാക്കിയുള്ള പാർട്ടികൾ നിരോധിക്കപ്പെടണം. പോളണ്ടിന്റെ നിയമവ്യവസ്ഥയിൽ ക്രിമിനലുകളെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെയും മഹത്വപ്പെടുത്തുന്ന ഒരു പാർട്ടിക്ക് സ്ഥാനമില്ല എന്നാണ് ട്രിബ്യൂണൽ ജഡ്ജി ക്രിസ്റ്റീന പാവ്ലോവിച്ചിന്റെ വിധിന്യായത്തിൽ പറയുന്നത്. വിധി അനുസരിച്ച് വാർസോ ഡിസ്ട്രിക്ട് കോടതി KPPയെ പാർട്ടികളുടെ രജിസ്റ്ററിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണം. നിരോധിക്കപ്പെട്ട പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയല്ല. 2002 ഇത് സ്ഥാപിതമായത്. 1948-89 കാലഘട്ടത്തിലെ ഭരണകക്ഷിയായ യുണൈറ്റഡ് വർക്കേഴ്സ് പാർട്ടിയേക്കാൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു മുൻപുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിൻഗാമികളാണ് തങ്ങളെന്നായിരുന്നു അവകാശവാദം. സോവിയറ്റ് പിന്തുണയോടെ 1948 മുതൽ 1990 വരെ പോളണ്ട് ഭരിച്ച പോളിഷ് യുണൈറ്റഡ് വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധമില്ലെന്നും KPP വ്യക്തമാക്കിയിട്ടുണ്ട്. 1918 പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം. പോളിഷ് ലിത്വാനിയൻ സോഷ്യൽ ഡെമോക്രസി പാർട്ടിയും പോളിഷ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഇടതുപക്ഷ വിഭാഗവും ചേർന്നായിരുന്നു ഈ പാർട്ടി രൂപീകരിച്ചത്. പിന്നീട് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് എന്ന് പേര് മാറ്റി. എന്നാൽ 1938 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം വ്ളാഡിമിർ ലെനിൻ മോസ്കോയിൽ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടനയായ കോമിന്റേണിന്റെ നിർദ്ദേശപ്രകാരം ഈ പാർട്ടി പിരിച്ചുവിടപ്പെട്ടു. ശേഷം 1942 ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്ന് പോളിഷ് വർക്കേഴ്സ് പാർട്ടി സ്ഥാപിച്ചു. ഈ പാർട്ടി 1948 പോളിഷ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിച്ച് പോളിഷ് യുണൈറ്റഡ് വർക്കേഴ്സ് പാർട്ടി എന്ന പുതിയ സംഘടനയായി മാറി. ഈ പാർട്ടിയാണ് 1989 വരെ പോളണ്ടിൽ അധികാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ 1989 തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ 1990 ഈ പാർട്ടിയും ഔദ്യോഗികമായി പിരിച്ചുവിടപ്പെട്ടു. ഇതിനുശേഷം 2002 പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളെ വീണ്ടും പുനഃസ്ഥാപിച്ചതായി പ്രഖ്യാപിച്ച് രംഗത്ത് വരികയായിരുന്നു. അംഗങ്ങൾ കുറവായ വളരെ ചെറിയൊരു പാർട്ടിയാണിത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി പോലും ഇവർക്കില്ല. പൊതുവിശ്വാസ്യതയും കുറവാണ്. KPPക്കെതിരെ നിയമ നടപടികൾ തുടങ്ങുന്നത് 2020 ഡിസംബറിലാണ്. മുൻ നീതിന്യായ മന്ത്രിയും പ്രോസിക്യൂട്ടർ ജനറലുമായ സിബിസിയൂസ് സിയാബ്രോ ഈ പാർട്ടിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. KPPയുടെ ലക്ഷ്യങ്ങൾ 20ാം നൂറ്റാണ്ടിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതിന് സമാനമാണെന്നും സോവിയറ്റ് റഷ്യയെ മാതൃകയാക്കിയ ടോട്ടലിറ്റേറിയൻ സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം വാദിച്ചത്. ഇദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാൻ കഴിയാത്തതിനാൽ കേസ് നീട്ടിവെക്കുകയായിരുന്നു. ഇതിനിടെ പോളണ്ടിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കടുത്ത യാഥാസ്ഥിതികനായ കരോൾ നൊറോസ്കി കേസ് വീണ്ടും പൊടി തട്ടിയെടുത്തു. 2025 നവംബറിൽ നൊറോസ്കി മറ്റൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചു. KPPയുടെ പ്രവർത്തനങ്ങൾ പോളണ്ടിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനുഷ്യമൂല്യങ്ങൾക്കും യൂറോപ്യൻ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾക്കും എതിരാണെന്നും ഈ ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഡിസംബർ 3 നടന്ന ഹിയറിംഗിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് പോളിഷ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11, 13 എന്നിവ ലംഘിക്കുന്നതായും ഭരണഘടനാ ട്രിബ്യൂണൽ വിധിക്കുകയായിരുന്നു. പാർട്ടിയെ രാജ്യത്തിന്റെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്ത് ഫലത്തിൽ പിരിച്ചുവിടാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ വിധി പോളണ്ടിന്റെ ആന്റി കമ്മ്യൂണിസ്റ്റ് നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതാണ്. കടുത്ത വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ ഇതിനെ ജനാധിപത്യത്തിനെതിരായ ആക്രമണമായാണ് കണക്കാക്കുന്നത്. ഗ്രീസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിസംബർ 1 പോളിഷ് എംബസിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. നിരവധി അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംയുക്ത പ്രസ്താവന ഇറക്കി നടപടി അപലപിച്ചു. അയർലൻഡിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു. വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട്. പാർട്ടി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം ഹർജി നൽകിയ സിബിസിയൂസ് സിയാബ്രോക്കെതിരെ പോളണ്ടിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇദ്ദേഹം ഹംഗറിയിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് ആരോപണം. ക്രിമിനൽ മാഫിയ തലവനാണെന്നും ആരോപണമുണ്ട്. പുതിയ പ്രസിഡന്റ് കരോൾ നൊറോസ്കി തികഞ്ഞ മതസങ്കുചിത യാഥാസ്ഥിതിക വലതുപക്ഷ ജനാധിപത്യ വിരുദ്ധനാണ് എന്നാണ് വിമർശനം. നിരോധനം വിധിച്ച ട്രിബ്യൂണലിന്റെ സാധുതയെക്കുറിച്ചും വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുൻ ലോ ആൻഡ് ജസ്റ്റിസ് ഭരണകാലത്ത് നിയമിച്ച ജഡ്ജിമാരാണ് ഈ ട്രിബ്യൂണലുള്ളത്. ഇതിനാൽ തന്നെ നിലവിലെ ഗവൺമെന്റ് ഈ വിധി അംഗീകരിക്കുമോ എന്നത് സംശയമാണ്. ട്രിബ്യൂണലിലെ ഒരു ജഡ്ജിയായ സ്റ്റാനിസ്ലാവ് പിയോട്രോവിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന കാലത്തും ഈ സ്ഥാനത്തുണ്ടായിരുന്നു. 80കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ഇദ്ദേഹമായിരുന്നു എന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ നിരവധി രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ആശയ പ്രചാരണങ്ങളെയും നിയമപരമായി വിലക്കുകയോ നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട്.
ജോർജിയ 2010 കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന നിയമം നടപ്പാക്കിയിരുന്നു. 2015 യുക്രൈനും കമ്മ്യൂണിസ്റ്റ് പ്രചാരണവും അതുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും നിരോധിക്കുന്ന നിയമങ്ങൾ പാസാക്കി. 2025 ജൂലൈയിൽ ചെക്ക് റിപ്പബ്ലിക് കമ്മ്യൂണിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നാസിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ചു. കൊറിയൻ യുദ്ധത്തിനു ശേഷം ദക്ഷിണ കൊറിയയിൽ ഏത് തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങളും നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ പാതയിലാണ് ഇപ്പോൾ പോളണ്ടും. ഇവിടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുകയാണെന്ന ആശങ്കയും ഉയരുന്നുണ്ട്.